സാഹിതിയുടെ നിയോജകമണ്ഡല ചെയർമാൻ ഹാഷിം സുലൈമാൻ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ആത്മമിത്രം അനൂപ് ചന്ദ്രൻ, വർത്തമാനം പറഞ്ഞ് നമ്മളുടെ ജീവിതയാത്രയിൽ കരുത്തായി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രീ രാജേഷ് ശർമ്മ, ശ്രീ ജ്യോതിഷ് ശങ്കർ, ശ്രീ പ്രകാശ് കുട്ടൻ, ശ്രീ സുനിൽ വള്ളോന്നി, ശ്രീ മണപ്പള്ളി സന്തോഷ്, പ്രിയപ്പെട്ട സജീവ് സാറ്, പ്രിയപ്പെട്ട എലി സാർ, പ്രിയപ്പെട്ട ശ്രീ വേണുഗോപാലക്കുറുപ്പ് അവർകൾ, ശ്രീ വിഷ്ണു, ഈ സൈറസ് പോൾ സാറ്, നിരവധി പേർ, ഏറ്റവും പ്രിയപ്പെട്ടവർ പുറത്ത് നിൽപ്പുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കലയാണ് പരസ്പരം എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത്. ഞങ്ങളെയും അങ്ങനെയാണ്. വളരെ പെട്ടെന്ന് ഇമോഷണലായി പോകുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ത്യയിൽ. കാരണം എന്നെക്കുറിച്ച് വർത്തമാനം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവർ വ്യത്യസ്ത രാഷ്ട്രീയ ബോധമുള്ള, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ള ആളുകളാണ്. ഒരുപക്ഷേ ശ്രീ അനൂപ് ചന്ദ്രൻ ഇത്തരത്തിലൊരു വേദിയിലേക്ക് വരാനുണ്ടായ കാരണത്തിൻ്റെ പേര് ഇവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, സൗഹൃദം എന്നാണ്. അങ്ങനെ ഒരു സൗഹൃദം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ എന്തിനും ഏതിനും കക്ഷി രാഷ്ട്രീയം നോക്കി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു പുതിയ കാലഘട്ടം, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള, കടുത്ത രാഷ്ട്രീയ നിലപാടുള്ള അനൂപ് ചന്ദ്രൻ സംസ്കാര സാഹിതിയുടെ വേദിയിലേക്ക് വന്ന് കലാഭവൻ മണിച്ചേട്ടൻ ഞങ്ങൾക്കെല്ലാം വളരെ മുമ്പേ നടന്നുപോയ ആളാണ്. മണിച്ചേട്ടനെ കുറിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. എനിക്കും ഒരു ഹ്രസ്വമായ അനുഭവമുള്ളത്, മണിമേളം എന്ന് പറയുന്ന ഞാൻ ജോലി ചെയ്തിരുന്ന കൈരളി TV-യിലെ പ്രോഗ്രാമിൻ്റെ ഇടയിൽ മണിച്ചേട്ടനെ സംബന്ധിച്ച് തലേന്ന് തന്നെ ഷൂട്ടിംഗ് ഫ്ലോറിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമകരമായ ജോലി എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് കൈരളിയിലെ അന്നത്തെ പ്രോഗ്രാം ഡയറക്ടറായിരുന്ന ശ്രീ P.O. മോഹൻ സാറും അന്നത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന സോമകുമാർ സാറും, അത് നീ പോയാലേ നടക്കൂ, അല്ലെങ്കിൽ ഷൂട്ട് ഷൂട്ട് അദ്ദേഹം തരുന്ന ഡേറ്റിലാണ് ഷൂട്ട് വെക്കാറ്. പക്ഷെ അദ്ദേഹം വളരെ ലേറ്റായിട്ടാണ് വരുന്നത്. കാരണം പല കാര്യങ്ങളിലും പോയിട്ട് എറണാകുളത്ത് സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ വളരെ താമസിക്കും. അതുകൊണ്ട് തലേന്ന് തന്നെ പോകുക, അദ്ദേഹത്തെ കൂട്ടി ഹോളിഡേ ഇൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ എത്തിക്കണം. അതാണ് ഷൂട്ടിന് മുമ്പുള്ള എൻ്റെ വളരെ ശ്രമകരമായ ജോലി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പാടിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കൈരളി TV-യുടെ വണ്ടിയിലാണ് പോകുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ചെല്ലുമ്പോൾ പാടിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റും എല്ലാമായ ജോബിച്ചേട്ടൻ പറഞ്ഞു, ഇന്ന് വരക്കം നടക്കില്ല, അദ്ദേഹം കാട് കയറി, ഇനി മിക്കവാറും പുലർച്ചെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വളരെ നിരാശനായി പാടിയിൽ നിന്ന് ഇറങ്ങി ടൗണിലേക്ക് വരുമ്പോൾ അവിടെ മഹീന്ദ്ര XUV 100 ബെൻ 100 എന്ന് പറയുന്ന വണ്ടി കിടക്കണം. എനിക്ക് വലിയ സന്തോഷമായി. കാരണം കൈവിട്ടു പോയ ഡ്യൂട്ടി തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൈരളിയുടെ വണ്ടി വിട്ടേരെ, നീ ഇതിനകത്ത് കയറാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു യാത്ര പോവുകയാണ്. അതിരപ്പള്ളി വനത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഷോളയാറിൻ്റെ താഴ്വാരമാണ്. എത്രത്തോളം ഉയരമുണ്ട് എന്ന് എനിക്കിപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു മലയുടെ ഏറ്റവും നെറുകയിലേക്ക് മണിച്ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നു. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഞാൻ ഇടതു സൈഡിലിരിക്കുന്നു. അങ്ങനെ നീ ജീവിതത്തിൽ കാണാത്ത ഒരു കാഴ്ച നിനക്ക് ഞാൻ സമ്മാനിക്കാൻ പോവുകയാണ്. ഞാനത് ഈ അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ FB-യിൽ കുറിച്ചിരുന്നതാണ്. അങ്ങനെ യാത്ര ചെയ്ത് മണിക്കൂറുകൾ യാത്ര ചെയ്തു. പല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളും തുറന്നു തരുന്നു. അവിടെ നിന്നെല്ലാം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു മഴക്കാടിലേക്കാണ് കിടക്കുന്നത്. ഒരു വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ഫോറസ്റ്റ്. അങ്ങനെ പോയി ഷോളയാറിൻ്റെ താഴ്വാരത്ത് ഒരു വലിയ കുന്നിൻ്റെ നെറുകയിൽ, ഒരു മലയുടെ നെറുകയിൽ, ഒരു ഇറാനിയൻ സിനിമയിൽ മാത്രമാണ് ആ ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ടുള്ളത്. ഫെസ്റ്റിവലിലൊക്കെ ശർമ്മയും ജ്യോതിഷും ഷെല്ലയും ഷൈജുവും ഞങ്ങളൊക്കെ, ശ്രീ അനൂപ് ചന്ദ്രൻ അടക്കമുള്ള ഞങ്ങളൊക്കെ ഫെസ്റ്റിവൽ തിരുവനന്തപുരം ചലച്ചിത്രോത്സവം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വലിയ ഒരു ഉത്സവം തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ കോട്ടയിലെ ഉത്സവം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സൗഹൃദങ്ങളും ഓടിയെത്തുന്ന ഒരു സമയമാണ് തിരുവനന്തപുരം ചലച്ചിത്ര ഉത്സവം.
അപ്പൊ അവിടെ പോകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു ഇറാനിയൻ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന വിധം ഈ മലയുടെ നെറുകയിൽ നിന്ന് താഴ്വാരത്തിലേക്ക് നോക്കുമ്പോൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മിന്നാമിനികൾ ഇങ്ങനെ പാറിപ്പറക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു കാഴ്ച. ഈ മിന്നാമിനികൾ എവിടെ നിന്നാണ് ഇത്രയും അധികം വരുന്നത് എന്ന് നമുക്കറിയില്ല. അത്രത്തോളം മിന്നാമിനികൾ പാറിപ്പറന്ന് നടക്കുന്ന ഒരു വല്ലാത്ത താഴ്വാരം. ജീവിതത്തിൽ ഒരിക്കലും ആ താഴ്വാരം കാണാൻ വേണ്ടിയാണ് ആ മഹാനായ കലാകാരൻ എന്നെയും കൂട്ടി അത്രയും ഡ്രൈവ് ചെയ്ത് ആ മലയുടെ ഏറ്റവും പീക്കായ സ്ഥലത്ത് കൊണ്ടുപോയത്. അവിടെ നിന്നും മണിക്കൂറുകൾ ഒച്ചത്തിൽ പാട്ടുകൾ പാടിയും ഒച്ചത്തിൽ ജീവിതത്തിൽ ഇതുപോലെ സുന്ദരമായ ഒരു കാഴ്ച പിന്നീട് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് നേരം പുലരുവോളം വരെ അവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് ഫോറസ്റ്റുകാർ പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ ഒരു കാരണവശാലും താഴേക്ക് വരരുത്, വളരെ അപകടകരമായ കാടാണ്. അങ്ങനെ നേരം പുലർന്ന ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് താഴേക്ക് പോകുന്നത്. പിന്നെ വരുന്നത് ഹോളിഡേ ഇൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ്. അവിടെ നിന്ന് മണിച്ചേട്ടൻ കുറേ നേരം കിടന്നുറങ്ങി. അവസാനം ഞാൻ നിർബന്ധപൂർവ്വം വിളിച്ചെഴുതിപ്പിച്ചാണ് ഷൂട്ടിംഗ് ഫ്ലോറിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു വലിയ അനുഭവം ഇവിടെ ശ്രീ അനൂപ് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പോയതാണ്. അങ്ങനെ ഇപ്പോഴും ചാലക്കുടി വഴി കടന്നു പോകുമ്പോൾ അത് ഷഫീഖിനറിയാം. ചാലക്കുടി പാലം വഴി നമ്മൾ കടന്നു പോകുമ്പോൾ കുറെ നേരം മിണ്ടാതെ ഇരിക്കും. ഒരു കൂടപ്പുറപ്പ് നഷ്ടമായ പ്രതീതിയാണ്. ശ്രീ മണപ്പള്ളി സന്തോഷാണ് ഈ അവാർഡിന്റെ പിന്നിൽ. കലാഭവൻമണി ഫൗണ്ടേഷനെ ഉല്ലാസിന് ഈ അവാർഡ് പരിഗണിക്കണം. പലപ്പോഴും രാഷ്ട്രീയവും കലയും ഒക്കെയായി ജീവിക്കുന്നതിനിടയിൽ 4 ദേശീയ പുരസ്കാരങ്ങൾ. അതൊന്ന് യങ് ടാലന്റ് അവാർഡ് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ നാഷണൽ ട്രസ്റ്റ് ദില്ലിയുടെ യുവപ്രതിഭാ പുരസ്കാരം, സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ തഞ്ചാവൂരിന്റെ യുവപ്രതിഭാ പുരസ്കാരം, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. എല്ലാ നാടൻപാട്ട് കലാകാരന്മാരുടെയും ഏറ്റവും ഉയർന്ന അവാർഡാണ് ജൂനിയർ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അക്കാഡമിക്കായി നിൽക്കുന്ന ആളുകൾക്ക് ഒരു സ്വപ്നതുല്യമായ 2 അവാർഡുകൾ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടാഗോറിലേക്ക് പോകും. ടാഗോർ റിസർച്ച് ഫെലോഷിപ്പ് ഒക്കെ അതിന്റെ മുകളിലാണ്. അപ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അങ്ങനെ 4 പുരസ്കാരങ്ങൾ ജീവിതത്തിന്റെ പാച്ചിലിനിടയിൽ, ഓട്ടപ്പാച്ചിലിനിടയിൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല വേദികളിൽ കൊടിയുടെ നിറം നോക്കി മാറ്റി നിർത്തപ്പെട്ട ഒരു കലാകാരനാണ് ഞാൻ. UDF ആയതുകൊണ്ട് മാത്രം അകറ്റി നിർത്തപ്പെട്ട ഒരു കലാകാരനാണ് ഞാൻ. പക്ഷേ സംസ്കാര സാഹിതി പലപ്പോഴും ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു. പ്രിയപ്പെട്ട എബിസാർ, പ്രിയപ്പെട്ട നമ്മുടെ ഹാഷിം സുലൈമാൻ അടക്കമുള്ളയാൾ, വിഷ്ണു അടക്കമുള്ളയാൾ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു. കലാകാരൻ എന്നുള്ള നിലയിൽ പരിഗണന തരുന്നു. കലാകാരന്മാരെല്ലാം ഇടതുപക്ഷ സഹയാത്രികരാണ്. അതുകൊണ്ട് തന്നെയാണ് അനൂപ് ഈ വേദിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇത്രത്തോളം ആഹ്ലാദത്തിലാകുന്നത്. സൗഹൃദത്തിനിടെ എന്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് ഈ സംസ്കാര വേദി ഒരു പക്ഷേ നമ്മളിന്ന് കൊല്ലത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകരെ ഈ ചടങ്ങ് അറിയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വലിയ വാർത്ത ബൂം ചെയ്ത് അനൂപ് ചന്ദ്രൻ സംസ്കാര സാഹിതിയുടെ വേദിയിൽ എന്ന് പറഞ്ഞു. അത് പക്ഷേ ഷൈജു കൃത്യമായി ഇടപെടുകയും ഒരു വാർത്തയും ഇപ്പോൾ തൽക്കാലം പോകണ്ട, അനൂപിന് ഞങ്ങളായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പറഞ്ഞ് മനഃപൂർവ്വം നമ്മളെ വാർത്ത ബൂം ചെയ്യാതിരുന്നതാണ്. പക്ഷെ സൗഹൃദത്തിന് വില കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ അനൂപ് ചന്ദ്രൻ വന്നത്. ഇന്ന് ജ്യോതിഷ് ഇവിടെ സൂചിപ്പിച്ചത്, രാജേഷ് ശർമ്മ ഇവിടെ സൂചിപ്പിച്ചത്, ഇവിടെ ശാസ്താംകോട്ടയിൽ പാട്ടിന്റെ ചൂട്ട് കെട്ടി ഒരാൾ നടന്നുപോയി. അദ്ദേഹത്തിന് ഇപ്പോൾ നടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. നമ്മളാൽ പറ്റുന്ന സഹായ സഹകരണങ്ങളൊക്കെ സംസ്കാര സാഹിതിയുടെ പേരിൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി നൽകേണ്ടതുണ്ട്. ജീവിതത്തിന്റെ വസന്ത കാലഘട്ടത്തിൽ കലയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് ശ്രീ പ്രകാശ് കുട്ടൻ. എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ബന്ധം പറയുമ്പോൾ അളിയനൊളിയുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം ഇവിടെ ശാസ്താംകോട്ടയിൽ പാട്ടിന്റെ ചൂട്ട് ഉയർത്തുമ്പോൾ ഞങ്ങൾ കൊല്ലം ഫാത്തിമാത കോളേജിലും നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലും മോന്തായം എന്ന് പറയുന്ന സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു അറ്റമായി, അതിൻ്റെ ഒരു ഭാഗമായി നിന്ന് അതിൻ്റെ പാട്ടുവഴികളിൽ സഞ്ചരിച്ചവർ പല വേദികളിൽ പലയിടങ്ങളിലേക്ക് സിനിമകളിൽ ഇപ്പോൾ ജ്യോതിഷകരോട് സൂചിപ്പിച്ചു. പൊന്മാൻ എന്ന് പറയുന്നത് ഞാനടക്കമുള്ള ആളുകളുടെ ജീവിത കഥയാണെന്ന് പലർക്കും അറിയില്ല. രാജേഷ് ശർമ്മ സൂചിപ്പിച്ചു, ഷൈജു പുറത്തുണ്ട്, മോത്തി മാതൃഭൂമിയിൽ, ഷെല്ല ഇപ്പോൾ മാംഗ്ലൂര്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്നവരൊക്കെ ഇപ്പോഴും ചേർത്ത് നിർത്തുന്നു. ഞാൻ മത്സരിക്കുമ്പോൾ അവർ വരുന്നു, രാഷ്ട്രീയം നോക്കാതെ വരുന്നു. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത ബാധ്യതയും എൻ്റെ വീടടക്കം ജപ്തിയാവുന്ന ഘട്ടത്തിൽ
എല്ലാവരും കൈകോർക്കുന്നു. ശർമ്മയും ഷെൻലയും ജ്യോതിഷും മോത്തിയും അങ്ങനെ എത്രയോ പേർ, പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് നരകയാതനകൾ അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. സാമ്പത്തികമായി ഏറെ ദുരിതമനുഭവിക്കുമ്പോഴും അദൃശ്യമായ ചില കരങ്ങൾ ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ആ കരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനിയും ഒട്ടനവധി ആളുകൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾക്ക് പിന്തുണയായി പ്രോത്സാഹനമായി എത്തിച്ചേരും. ഒരു കക്ഷരാഷ്ട്രീയം നോക്കാതെ സൗഹൃദം മാത്രം നോക്കി കടന്നു വന്ന പ്രിയപ്പെട്ടവർ, അത് ഹൃദയപിടിപ്പിൻ്റെ താളമെന്ന് തെറ്റുമ്പോൾ ഓടിക്കൂടും ഒന്നായി, വീടിൻ്റെ ജപ്തിയാകുമ്പോൾ ഓടിക്കൂടും ഒന്നായി, ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഓടിക്കൂടും ഒന്നായി. അങ്ങനെ അദൃശ്യമായ ചില കരങ്ങൾ നമ്മളെ ചേർത്ത് നിർത്തുന്നു. ദൈവത്തിൻ്റെ ചില കുസൃതികൾ നമ്മളെപ്പോലെ നമ്മൾ വീണു പോകാതെ ചേർത്ത് നിർത്താൻ അയക്കുന്ന ചില ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളാണ് നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. 2016 മുതൽ നബി സാർ ഇവിടെ സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ ഇത്രയേറെ ദുരിതപൂർണമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവിടെ നിന്നെല്ലാം കടന്നു വന്ന് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ 3 തവണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 3 തവണ മത്സരിപ്പിക്കുകയാണ്. ഇവിടെ ചില ആളുകൾ പറയുന്നത് പോലെ കള്ളപ്രചാരവേലകളും കുപ്രചരണങ്ങളും നടത്തി ഞങ്ങളെ കലാകാരന്മാരായി പോയതുകൊണ്ട്, UDF ആയി പോയതുകൊണ്ട് അപവാദ പ്രചരണങ്ങൾ നടത്തി എത്ര കാലം സത്യത്തെ മറച്ചു വെക്കാൻ കഴിയും? ഞാൻ ജോലി ചെയ്ത ഇടം ഏഷ്യാനെറ്റാണ്. അതിനു മുമ്പ് എൻ്റെ സൗഹൃദ ഇടം ഓന്തായമാണ്. എൻ്റെ ബിരുദ പഠനകാലം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഏഷ്യാനെറ്റിലെ ജോലിക്കാലം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കൈരളിയിലെ ജോലിക്കാലം, ഒപ്പം നടന്നവർ ഒരാൾ പോലും എന്നെക്കുറിച്ച് പറയാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് വ്യക്തിഹത്യ 2016 മുതൽ ഞാൻ ഏറ്റുവാങ്ങുന്നത്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ നാട് ഇത്തവണ ചേർത്ത് നിർത്തുമെന്ന പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഈ പ്രിയപ്പെട്ടവരെല്ലാം വന്നിട്ടുള്ളത്. സംസ്കാര സാഹിതിക്ക് നന്ദി, നമസ്കാരം.